2026 ഇലക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കാതെ ആര് നയിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രതിപക്ഷത്തിന് പറയാൻ പറ്റുമോ? ആര് നയിക്കണമെന്നുള്ളത് പാർട്ടിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ഒറ്റ പേരേ ഉള്ളത് പിണറായി വിജയൻ്റെയാണ്. അപ്പോൾ ഞാൻ പല കാലങ്ങളിൽ പറയാറുണ്ട്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ പിന്നെ ഒരു കൈകാര്യം ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ശൈലി എടുത്ത് നോക്കുമ്പോൾ ഒരാൾക്ക് വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരും പിണറായി വിജയൻ്റെ കീഴിൽ അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത്, അണിനിരക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു പ്രവർത്തന ശൈലി ഉണ്ടല്ലോ, ആ പ്രവർത്തന ശൈലി കിട്ടുന്നത് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രമാണ്. വേറെ ഒരാൾക്ക് അങ്ങനെ, ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് നമുക്ക് ഒരാളെ ഒരു സംവിധാനത്തെ കാണിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയുന്നത് നാഷണൽ നേതാവ് തുടങ്ങി താഴെയുള്ള ഏത് നേതാവിനും നോക്കിക്കോളൂ, BJP-യിൽ കാണിക്കാൻ കഴിയത്തില്ല. കേരളം പോലൊരു സ്റ്റേറ്റിൽ, ഇത്രയും സെക്യുലറായ സ്റ്റേറ്റിൽ ഇങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സാമുദായിക നേതാവിൻ്റെ അതിപ്രസരം കണ്ടില്ല എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യൻ മത നേതാവിൻ്റെ അതിപ്രസരം കണ്ടിട്ടില്ല, ഒരു മുസ്ലിം മത നേതാവിൻ്റെ അതിപ്രസരം കണ്ടിട്ടില്ല, ഒരു ഹിന്ദു മത നേതാവിൻ്റെ സാമുദായിക നേതാക്കന്മാരുടെ ആരുടെയും അതിപ്രസരം കണ്ടിട്ടില്ല. എല്ലാം ഒരു സമവാക്യത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട്, ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് അത് ഇന്ന് ചെയ്തു കൊടുത്തു, ഇത് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നമ്മുടെ അടുത്ത് മുന്നിൽ ഒരു തെളിവില്ല ഈ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാമുദായിക, ഇങ്ങനെ ഒരു സെക്യുലറായ സ്റ്റേറ്റിനെ ഇങ്ങനെ ഒരു സാമുദായിക അടിസ്ഥാനത്തിൽ, സാമുദായിക തുലനത്തിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ മുഖ്യമന്ത്രി മാറി നിന്ന് വേറൊരാൾ വന്ന ഇലക്ഷനെ നേരിടണം എന്ന് പറയുന്നത് ഔചിത്യമില്ല എന്നുള്ളതാണ്. ഇതുപോലെയുള്ള നേതാക്കന്മാർ ഇനിയും ഉയർന്നു വരേണ്ടത് ആവശ്യമാണ് എല്ലാ പാർട്ടിയിലും എന്നുള്ളത് നമുക്ക് വേറൊരാളെ ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയത്തില്ല. ഇദ്ദേഹമാണ് അങ്ങനെ ഒരു ചൂണ്ടിക്കാണുക. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും അദ്ദേഹം അലങ്കരിച്ച എല്ലാ കാര്യങ്ങളും എന്താണ് വെടിപ്പായി തീർത്തിട്ട് അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം 2021 ഇലക്ഷന് അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു. ആർക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ മുഴുവൻ മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു. സ്വർണ്ണക്കടത്ത്, അത് ഇത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മകൾ, അത് ഇതെന്ന് പറഞ്ഞിട്ട്. 2026 ഇലക്ഷൻ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഇല്ല കേട്ടോ. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം വളരെ കുറവാണ്. 2021 അപേക്ഷിച്ചിട്ട് അതൊരു 10% പോലും ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന ആരോപണങ്ങളില്ലാതെ ഈ ഇലക്ഷനെ നേരിടുന്നതാണ് നമ്മൾ കാണുന്നത്.